ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് എള്ള് നമ്മൾ കഴുകി വാർക്കാൻ വെച്ചതാണ്. പിന്നെ നമ്മൾ ശർക്കര പാനിയുണ്ട്, പിന്നെ നമ്മൾ അവലുണ്ട്, പിന്നെ നമ്മൾ തേങ്ങയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയൊക്കെ ചൂടായിട്ട് വേണം നമുക്ക് എണ്ണ ഇതിലോട്ട് ഇടാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് വരാം. അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ എള്ളിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് ഈ എള്ളിൽ പൊട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ എള്ളൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ട് അറിയില്ല, മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എള്ളൊക്കെ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ഗൈസ് നമ്മൾ എള്ളൊക്കെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അവല് നമുക്ക് ഇതിലോട്ട് ആ പാനിലോട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ. അപ്പം നമ്മൾ അവല് ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. അങ്ങനെ ഗൈസ് അവല് നല്ല ഏകദേശം ചൂടായി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി അവല് വേറൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇത് ഗൈസ് കുഞ്ഞുമാവ് ഉണർന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി ഹലോ ഹലോ പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇങ്ങനെ ഗൈസ് നമ്മൾ ഇതെങ്ങനെ വരണം. നമുക്കിനി എള്ളും അവലൊക്കെ ഇടുമ്പോൾ റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാസന. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമ്മൾ സാധനമായിരുന്നു അങ്ങനെ നമ്മൾ എള്ളോ അവലും ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.